നമുക്ക് ഈ ലൈറ്റ് നമുക്ക് ശരിയാണ്. ന്യൂസിലൻഡിൽ ജോലിയുള്ള വധുവും ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള വരനും അവർ തമ്മിലുള്ള കല്യാണമാണ് ഈ നടക്കുന്നത്. അതായത് എൻ്റെ ബ്രദറിൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം സന്തോഷവും ഞങ്ങളുടെ ആഘോഷവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കല്യാണത്തിൻ്റെ പ്രീവിയസ് ഡേയിലുള്ള ഹൽദി ചടങ്ങിനെ പറ്റിയാണ് ഇന്ന് എൻ്റെ വീഡിയോ. ഞാൻ പിന്നെ ഇൻട്രൊഡക്ഷനായിട്ട് കല്യാണ ദിവസത്തെ കുറച്ച് ഷോർട്സ് എടുത്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹൽദിയിലേക്ക് പോകാം. ഈ മെഹന്തി ഇങ്ങനെ ഇടാൻ ആഗ്രഹമില്ലാത്തത് ആരുണ്ട്? നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ തലേ ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം ഹൽദി. ഇന്ന് വളരെ ആഘോഷപൂർവ്വമാണ് എല്ലാവരും നടത്തുന്നത്. കല്യാണം എന്ന് പറയുന്നത് തന്നെ ഇന്ന് വളരെ ആഘോഷപൂർവ്വം നടത്തുന്ന ഒരു ചടങ്ങാണ്. ഞങ്ങളും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട്, ഞങ്ങൾക്ക് നേരത്തെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു മഞ്ഞ ഡ്രസ്സാണ്, അതായത് മാംഗോയുടെ യെല്ലോ. അതൊരു ഭംഗിയുള്ള ഡ്രസ്സ് തന്നെ. അത് ഈ കൊച്ചുകുട്ടി വരെ അതൊക്കെ ഇട്ടു. ഞങ്ങളെല്ലാവരും ഈ മാംഗോ യെല്ലോ ഇട്ടു. തീമെല്ലാം അതുപോലെ ആയിരുന്നു. ഇതാണ് വധുവിനിരിക്കേണ്ട പീഠം. അപ്പം ഞങ്ങൾ ആ ഒരു സൈറ്റിലോട്ട് പോവുകയാണ്. ഒരു പ്രത്യേക സ്ഥലം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാംഗോ യെല്ലോ ഡ്രസ്സ് സംഘടിപ്പിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടത്തിനൊരു നല്ല ഡ്രസ്സ് തന്നെ കിട്ടി എന്നുള്ളതാണ് കാര്യം. ഒരു 2000 റുപ്പീസിനൊക്കെ ആയി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. പക്ഷേ വധു ഞങ്ങളെ ചതിച്ച് കളഞ്ഞു. എന്താണെന്നല്ലേ, നോക്ക് ഡ്രസ്സ്. പുള്ളിക്കാരി ഒരു പിങ്കിഷ് ഡ്രസ്സാണ് ഇട്ടത്. എല്ലാവരിൽ നിന്നും ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും ആ താമരപ്പൂവിൻ്റെ അകത്ത് വന്നിരുന്നു. ഇനിയാണ് ഹൽദി ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഞാനും അധികം ഒന്നും കണ്ടിട്ടില്ല, കാരണം എൻ്റെ കല്യാണത്തിനൊന്നും ഇങ്ങനെ ഒന്നുമില്ലായിരുന്നു. തലേ ദിവസം ഒരു വെഡ്ഡിങ് പാർട്ടി ഉണ്ടാകും. കുറേ ഫുഡൊക്കെ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കും. കുറേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കേൾക്കും. എന്തായാലും അന്നത് ഭയങ്കര രസമുള്ള ഒരു സംഭവമായിട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ഡിഫറെൻ്റാണ് കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ. കാരണം അവർ കല്യാണം എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷമാക്കി തീമാക്കി മാറ്റി, പല തീമിലും ഉള്ള ഫങ്ഷൻസൊക്കെ വെച്ചിട്ട് കുറേ കാശ് പാരൻസിൻ്റെ ചിലവാക്കിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വധുവിൻ്റെ അമ്മ ആദ്യം എന്താണ് ചെയ്യുന്നത്? കുറേ പലഹാരങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞ കളർ തന്നെയാണ്, ജിലേബി, ലഡു ഇതെല്ലാം വച്ചിട്ട് ആദ്യം വധുവിനിങ്ങനെ കൊടുക്കുന്നതാണ്. ഞാൻ വന്നിട്ട് എന്നോട് എന്തോ രഹസ്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചു. ഇന്നത്തെ അണുകുടുംബത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഫാമിലിയായിട്ട് ഗെറ്റ് ടുഗദർ നടക്കുന്നത് വളരെ ചുരുക്കമാണ്. എപ്പോഴെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു പാലുകാച്ചോ ഒരു കുഞ്ഞിൻ്റെ നൂലുകെട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കാർ ഒത്തുകൂടുന്നത്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും തിരക്കാണ്. അപ്പോൾ ഒരു കല്യാണം വരുമ്പോൾ ഞങ്ങൾക്ക് എന്നും വളരെ സന്തോഷമാണ് കേട്ടോ. ഞങ്ങളുടെ കസിൻസും എല്ലാവരുമായിട്ട് തലേ ദിവസവും പിറ്റേ ദിവസവും ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ഗ്യാതറിങ് ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇതേപോലെ ഹൽദി ചടങ്ങുകളിലൊക്കെ ഞാൻ ഇത്രയും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതെൻ്റെ ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ ഓർണമെൻറ്റ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതേപോലെ ഒരു ഗ്രാൻഡ് ഫങ്ഷനാണ്. നമ്മുടെയൊക്കെ സമയത്ത്, എൻ്റെയൊക്കെ സമയത്ത് ഓർണമെൻറ്റ്സ് ഇടുക, നല്ല പട്ടുസാരി ഉടുക്കുക, നല്ലൊരു കല്യാണം, അതിനെ കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഇല്ല. അതിൽ കവിഞ്ഞ് വേറെ ഒരു സന്തോഷമൊന്നുമില്ല. പക്ഷേ ഇന്ന് ആഘോഷങ്ങളുടെ ദിനങ്ങളാണ് കല്യാണ ദിവസം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടായാലും അതിന് ശേഷമായാലും വീഡിയോ പിടുത്തമായാലും ഫോട്ടോ എടുപ്പായാലും എല്ലാം അങ്ങനെയാണ്. ഇതെന്ത് നല്ല രസമായിട്ട് മെഹന്തി ഇട്ടിട്ടുണ്ട്. അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങളുടെ കുഞ്ഞു മോനാണ് ഇഷാൻ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇഷാൻ ലണ്ടനിൽ നിന്ന് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഇഷാൻ്റെ ആദ്യത്തെ ഫങ്ഷനാണ്. എല്ലാം യെല്ലോ കളറിട്ട് ഇഷാൻ അസലൊരു ഹൽദി ബോയ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇഷാൻ ഒരു 1 ഇയർ ആയതേ ഉള്ളൂ. പക്ഷേ നല്ല മിടുക്കൻ കുട്ടനാണ് കേട്ടോ. ഞങ്ങളുടെ കുട്ടിയായതുകൊണ്ട് പറയുന്നതല്ല. ഇതേപോലെ ഓരോ കോപ്രായങ്ങളൊക്കെ ഓരോരുത്തർ കാണിക്കും. ഇഷാൻ എന്തായാലും അതെല്ലാം ആഘോഷിച്ചു എന്നുള്ളതാണ് സത്യം. ഒന്നും കഴിക്കത്തൊന്നുമില്ല, പക്ഷേ ലഡുവിലൊക്കെ കൈയിട്ട് വരുന്നത് കണ്ടോ. അങ്ങനെ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഒത്തുചേർന്ന ഒരു കല്യാണ രാവ്, ഹൽദി രാവെന്ന് വേണമെങ്കിൽ പറയാം. വധുവിനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡിലാണ് വധു. വരനും വധുവും ഓൾറെഡി പോയി കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു പോയി, ക്ഷമിക്കണം കേട്ടോ. ഞാനും കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.